ഇവിടെ ഓഫ്ലൈൻ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു ആദ്യം ചേർന്നത്. പക്ഷേ ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ കയറാറില്ലായിരുന്നു. കയറാൻ പറ്റുന്ന സാഹചര്യം ഇല്ല. അതുകൊണ്ടാണ് ഇവർ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങണേന്ന് പ്രാർത്ഥിച്ച ഒരാളും ഞാനായിരിക്കും. സത്യം പറയാലോ, ദൈവമേ അവർക്കൊരു ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങണേ, അവർക്ക് തോന്നണേ. കാരണം ഞാൻ എൻ്റെ ജോലി റിസൈൻ വെച്ചിട്ടായിരുന്നു പഠിക്കാൻ കയറിയത്. ഞാൻ അപ്പോളോയിലായിരുന്നു, അവിടെ ഒരു ഇൻചാർജായിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, ഇത്രയും നല്ലൊരു പോസ്റ്റിലെത്തിയിട്ട് എന്തിനാ റിസൈൻ വെച്ചിട്ട് പഠിക്കണേ, ജോലിയുടെ ഒപ്പം പഠിച്ചുകൂടെയെന്ന്. അത് നടക്കില്ല എന്ന് എനിക്കറിയാം എന്നെക്കൊണ്ട്. കാരണം വീട്ടിലെ കാര്യങ്ങളും ജോലി സംബന്ധമായ കാര്യങ്ങളും കൂടി രണ്ടും കൂടി നടക്കില്ല. അങ്ങനെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ഞാൻ വന്നു. ഈ നേരത്തെ പറഞ്ഞ പോലെ ഫാർമക്കോളജിയിലെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്താണെന്ന് പോലും എനിക്കറിയില്ല. അന്ന് എക്സാമിന് ഞാൻ എന്താ കാണിച്ചതെന്ന് എനിക്ക് ഫാർമക്കോളജിയിൽ ഇപ്പോഴും അറിയില്ല. ഇവിടെ വന്നിട്ടാണ് ഉമേഷ് സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോഴാണ് ഇതാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് സത്യമായിട്ട് മനസ്സിലായത്. എൻ്റെ ടീച്ചർമാരിവിടെ കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണോട്. അങ്ങനെ ഞാൻ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ 51ാമത്തെ റാങ്കായിരുന്നു. DHSന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു ഡിപ്ലോമ ഹോൾഡറാണ്. അതെനിക്കൊരു വിഷമമുള്ള കാര്യമാണ്. എനിക്കൊരു ഡിഗ്രി മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഇവിടെ നിന്ന് പറയുമ്പോൾ എന്ത് പറയണമെന്ന് മാഡം പറഞ്ഞപ്പോൾ ഡിപ്ലോമക്കാർക്കും റാങ്ക് ലിസ്റ്റ് നേടി ജോലി നേടാം, അതിന് ശ്രമിച്ചാൽ കിട്ടും എന്ന് എല്ലാവരെയും ഒന്ന് മനസ്സിലാക്കണം എന്ന് ഓർത്തിട്ടാണ് ഞാൻ കയറിയത്. ഡിഗ്രി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വീട്ടിലെ പല കാര്യങ്ങൾ കൊണ്ട് സാധിച്ചില്ല. പക്ഷേ നമ്മളൊരു ഒരു താഴ്ന്ന രീതിയിലാണ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും. അങ്ങനെ ചിന്തിക്കേണ്ട അവർക്കും ഒരു നല്ലൊരു ജോലി സമ്പാദിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പബ്ലിക് സെക്ടറിൽ നല്ല രീതിയിൽ നിൽക്കും എന്നുള്ളൊരു സാധിക്കും. അത് കാണിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അത് എന്നിലൂടെ എനിക്ക് കാണിച്ചു കൊടുക്കണം, അതിനു വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചിട്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ ഇത് വരുമ്പോൾ കഴിഞ്ഞ റാങ്കിലെക്കാട്ടി DMEയിൽ എൻ്റെ പേര് എനിക്ക് കാണണം, റിനുക്കി സണ്ണി എന്ന് എഴുതി കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അതെനിക്ക് സാധിച്ചു. ഈ റാങ്ക് ലിസ്റ്റിൽ DMEയിൽ വന്നു. ജോലി കിട്ടണം, DMEയിൽ കിട്ടും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. റാങ്ക് ലിസ്റ്റിൽ പേര് വന്നം, എൻ്റെ DHSലും DMEയിലും വന്നം. പിന്നെ ഞാൻ ഉപയോഗിച്ച മെത്തേഡ് എന്ന് വെച്ചാൽ പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും. ഞാൻ DMEയും DHSും മാത്രം എഴുതിയ ആളാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ഞാൻ ആദ്യം സാംസണിലാവുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കളക്ട് ചെയ്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് 2005 ശേഷമുള്ള കുറേ PSC ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ തന്നെ ഒരു ബുക്കിൽ ഞാൻ തന്നെ ആൻസർ മാർക്ക് ചെയ്ത് പോകും. അതിലെനിക്ക് എത്ര മാർക്ക് കിട്ടും ഞാൻ നോക്കും, എത്ര നെഗറ്റീവ് ഞാൻ വരുന്നു നോക്കും. പിന്നീട് സാംസങ്ങിൽ ചേർന്നപ്പോൾ നമുക്കത് ഓൺലൈനിലായിട്ട് ചെയ്യാൻ പറ്റും. ഫോണിൽ തന്നെ അപ്ഡേഷൻ ഉണ്ട്. ആ ഫോണിലെ അപ്ഡേഷൻ സെയിം PSC ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഞാനൊരു 5 പ്രാവശ്യം ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം എനിക്ക് കിട്ടിയത് 25 മാർക്കാണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം കിട്ടുന്നത് 40 മാർക്ക്. ഒരു പ്രാവശ്യം എനിക്ക് 100 കിട്ടും. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. പിന്നെ നമ്മളത് ചെയ്യാതിരിക്കുന്നത്. പിന്നെ നമ്മളൊരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അത് 50 ആവും. അതായത് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് അതിലൊരു മെയിൻ കാര്യം ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതല്ല. അതേപോലെ ഇവർ സാംസങ്ങിൻ്റെ ബുക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഡിപ്ലോമ ലെവലായിരുന്നെങ്കിൽ അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ കയ്യിൽ വേണം. നമ്മൾ ഫാർമക്കോളജി അതും എല്ലാത്തിനും തുല്യമായ മാർക്കാണ് PSCക്ക് കൊടുക്കുന്നത്. എല്ലാം 10 വെച്ചിട്ടാണ്. DSPM അങ്ങനത്തെ ജൂർസ് അതൊക്കെ നമ്മുടെ ബുക്കും കൂടി കുറച്ച് ലൈബ്രറി റെഫറും കൂടി ചെയ്യണത് കുറച്ചും കൂടി നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് ചെയ്യുമായിരുന്നു. എൻ്റെ ബുക്കിൽ ഞാൻ നോക്കും. പിന്നെ വേറെ ഏതെങ്കിലും മാം ഇടുന്നതൊക്കെ ഞാൻ റെഫർ ചെയ്യുമായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ നെഗറ്റീവ് വരാതെ നോക്കും. നമ്മൾ എത്രത്തോളം നമ്മൾ ശരിയാണോ എന്ന് നമ്മൾ സംശയിച്ച് കുത്തുന്നത് നമ്മുടെ ശരിയാണോ എന്നുള്ളത് നമ്മുടെ മാർക്ക് അനലൈസ് ചെയ്ത് തന്നെ മനസ്സിലാവും. ഞാനിപ്പോൾ ഇവിടെ എക്സാമിന് നേടിയ മാർക്കും ഞാൻ സാധാരണ നേടുന്ന അതേ മാർക്ക് തന്നെയാണ്. ആ ആവറേജ് മാർക്ക് തന്നെയാണ് ഇവിടെയും നേടിയത്. അതിൽ കൂടുതൽ എക്സ്പെക്റ്റേഷൻ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ച മാർക്ക് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും നേടിയത്. പിന്നെ മാമിനോടും സാറിനോടും പ്രത്യേകം നന്ദി പറയുന്നു. ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്ന ഒരാളായിരുന്നു ഞാൻ. മാമിനൊക്കെ അറിയാം. അതുകൊണ്ട് എന്നെ കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്, എന്തിനാ ഉറങ്ങണേന്ന് വെച്ചിട്ട്. അത് എല്ലാവരും ഓഫ്ലൈൻ ബാച്ചിൽ വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പഠിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും സാധിക്കണമെന്നില്ല. പക്ഷേ ഓഫ്ലൈൻ ബാച്ച് ക്ലാസ്സിൽ വന്നതിൻ്റെ ഗുണമാണ് എനിക്കുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ.